ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. ഹൂ ഈസ് ദ ഹീറോ? പാട്രിയോട്ട് ലെജൻഡ്സ് ഹാങ് ഔട്ടിൻ്റെ എക്സ്ക്ലൂസീവ് ചാറ്റ് ഷോയുടെ പുതിയൊരു ടീസർ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിന് മുമ്പ് വന്നതിൽ ലാലേട്ടനും മമ്മൂക്കയും ഉണ്ടായിരുന്നു. രണ്ടാമത്തേൽ ലാലേട്ടനും മമ്മൂക്കയും കുഞ്ചാക്കോ ബോബനും ഫഹദ് ഫാസിലും മഹേഷ് നാരായണനും സുഷിൻ ശ്യാമും എല്ലാവരും ഉണ്ടായിരുന്നു. ഇനി ഇതിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കാം. വാ. കുഞ്ചാക്കോ, ഫഹദ്, ഒതുക്കിയല്ലോ. എനിക്ക് തോന്നി കുറെ സീൻസ് കെട്ടിയതാണ്. ഞാൻ പുതിയതായിട്ട് 2 ദിവസം റിയാക്ഷൻസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെന്തായാലും ഇല്ല പിന്നെ ബിഗംസിലൂടെ ആണല്ലോ സീൻസ്. അത് കട്ടിയത് പോത്തില്ല. ഞാൻ ഒറ്റയ്ക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? എവിടെ ഇയാൾ കാണിക്കുന്നില്ല, വേറെ ആരും കാണിച്ചു കാണത്തില്ല. പക്ഷെ ഇത് കൊള്ളാം. ഇത് ഫഹദ് ഫാസിലും കുഞ്ചാക്കോവിനുള്ള ആ ഒരു കോൺബോ നന്നായിട്ടുണ്ട്. ആ ഒരു കോമഡിയൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. എൻ്റെ സീന് കളഞ്ഞു കാണുമോ? അതെന്തായാലും കളഞ്ഞു കാണും. ചാക്കോച്ചിൻ്റെ സീന് കളഞ്ഞു കാണുമല്ലോ. കാരണം ദർശനൻ്റെ കൂടെ ഒക്കെ ഉള്ള സീൻ, പെണ്ണിൻ്റെ കൂടെ ഉള്ള സ്ത്രീനായുണ്ടെങ്കിൽ കളഞ്ഞു കാണൂല എന്നൊക്കെ ഒരു കോമഡിയൊക്കെ ഉണ്ട്. നമ്മൾ ഒതുക്കിയതാണോ എന്നൊക്കെ സംസാരിക്കുന്നുണ്ട് മോഹൻലാലും മമ്മൂട്ടിയൊക്കെ. ഇത് കൊള്ളാം. ഇത് ആ രണ്ടുപേരും ഉള്ള ആയിട്ടൊരു നന്നായിട്ടുണ്ട്. അടുത്ത ആളാണ് പാട്രിയോട്ട് ലെജൻഡ്സ് ഹാങ് ഔട്ട് ചാറ്റ് ഷോ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അതൊരു എന്താ പറയുക, ഒരു കളർഫുൾ ആയിട്ടുണ്ട് ആ വീഡിയോ. അതായത് ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിൽ ഇവർ രണ്ടുപേരായിട്ടാണ് ഒരുപാട് കൂടുതൽ വരുന്നത്. ഫഹദ് ഫാസിലും കുഞ്ചാക്കോ ബോബനും തമ്മിലുള്ള ഒരു ചാറ്റ് കോൺവേ ആണ് വരുന്നത്. അവസാനം മറ്റേ ജോർജും വരുന്നുണ്ട്, പുള്ളിയും വരുന്നുണ്ട്. അങ്ങനെ വന്നിട്ട് ഞാൻ പടം കണ്ടു എന്നുള്ള സംസാരങ്ങൾ. ഇത് April 23 തേഴ്സ്ഡേ ആണ്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയാണ് ഇത് റിലീസ് ചെയ്യുന്നത്. ഈ പാട്രിയോട്ട് ലെജൻഡ്സ് ഹാങ് ഔട്ട് എക്സ്ക്ലൂസീവ് ചാറ്റ് ഷോ. അപ്പോൾ അതിലെല്ലാവരും ഉണ്ടാവും. മമ്മൂക്ക ഉണ്ട്, മോഹൻലാലുണ്ട്, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, സുഷിൻ ശ്യാം, മഹേഷ് നാരായണൻ, പുള്ളി, എല്ലാവരും. അങ്ങനെ എല്ലാവരും സിനിമയുടെ ഒരു വലിയൊരു കാസ്റ്റ്. അതിൽ ആരാണ് നായകൻ, ആരാണ് മെയിൻ നായകൻ എന്നൊക്കെ പറയുന്ന കുറച്ച് തമാശകളും കാര്യങ്ങളൊക്കെ ചേർന്നതാണ്. ആൻഡ് ഇതിൽ ട്രെയിലർ കണ്ടപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ സീന് വരുന്നത് മമ്മൂക്കയാണ്. മമ്മൂക്കയെ മെയിൻ കഥാപാത്രമായിട്ടുള്ള ആസ്പദമാക്കിയിട്ട് വരുന്നതാണ്. അങ്ങനെ എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഹാഫിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യമായിട്ട് ഒരു ഇൻ്റർവെല്ലിൻ്റെ ഒരു പഞ്ചിൻ്റെ ഒരു ഇതിന് ആ ഒരു സമയത്തിൽ മോഹൻലാൽ ലാലേട്ടനെ ഇറക്കുമെന്നാണ് എൻ്റെ ഒരു ഊഹം. ഈ തിയേറ്ററിൽ ആ ഒരു ട്രെയിലർ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നിയത്. പിന്നെ ട്രെയിലർ വെച്ച് നോക്കുമ്പോൾ ട്രെയിലർ ഒരു മിഡാണ്. ആ ഒരു വലിയൊരു വൗ ഫാക്ടറൊന്നും തന്നില്ല. നോർമലായിട്ട് പോകുന്ന ഒരു ഉറങ്ങിപ്പോകുന്ന രീതിയിലൊരു ട്രെയിലറാണ്. ബട്ട് പടം എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. പടത്തിൽ ചിലപ്പോൾ ഹൈ മൊമെൻറ്റ്സ് കാണുമായിരിക്കും, ചിലപ്പോൾ തിയേറ്ററിൽ കാണുമ്പം ഹൈ മൊമെൻറ്റ്സ് ആയിട്ട് നമുക്ക് തോന്നുമായിരിക്കും. ആൻഡ് ഇതിൽ കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, ഈ രണ്ടുപേരും തകർക്കും എന്നുള്ളതിൽ യാതൊരു സംശയമല്ല. എനിക്ക് തോന്നുന്നു ഇതിൽ രണ്ടുപേരിൽ ആരോ ഒരാൾ വില്ലനും കൂടെയാണ്. ബട്ട് ഇവർ രണ്ടുപേരും ലാസ്റ്റ് ഒരു ഫൈറ്റ് വരുന്നുണ്ട്. അതിലാണ് എനിക്കൊരു കൺഫ്യൂഷൻ ഉള്ളത്. അതായത് നിങ്ങൾ ട്രെയിലർ കണ്ടവർ മനസ്സിലാവും, എടാ ഒന്നും ചെയ്യണ്ടെന്ന് ഇവർ പറയുന്നത്. രണ്ടുപേരും ഈ ഒരുപാട് നാളുകളായിട്ട് അറിയാവുന്ന പോലെയാണ് സംസാരിക്കുന്നത്, കുഞ്ചാക്കോ ബോബനും ഫഹദ് ഫാസിലും. എന്നിട്ട് നല്ല രീതിക്ക് ഒരു ഫൈറ്റും ഉണ്ട്. അതിന് ഈ ക്ലൈമാക്സിലാണോ, ഇനി ഇൻ്റർവെല്ലാണോ, അതോ ഇടയിലും എല്ലാണോ എന്നറിയില്ല. അപ്പോൾ എനിക്ക് ആ രണ്ടുപേരും ഇനി രണ്ടുപേരുടെയും മക്കളാണോ ഫഹദ് ഫാസിലും കുഞ്ചാക്കോ ബോബനും എന്നുള്ളൊരു ഡൗട്ടും എനിക്കുണ്ട്. അതായത് മോഹൻലാലിൻ്റെ മമ്മൂക്കയുടെ മക്കളാണ് എന്നൊരു ഡൗട്ടും ഉണ്ട്. അതായത് കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ. അങ്ങനെ വരുവാണെങ്കിൽ ആരുടെ മക്കളായിട്ട് വരും? കുഞ്ചാക്കോ ബോബൻ മമ്മൂക്കയുടെ ആയിട്ട് വരും, ഫഹദ് ഫാസിൽ ലാലേട്ടനായിട്ട് വരും. അങ്ങനെ ഒരു ഇല്ല, എനിക്ക് കണ്ടപ്പോൾ അങ്ങനെ ഒരു തോന്നൽ എന്നൊക്കെ ഫഹദ് ഫാസിൽ ട്രെയിലറിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ആവാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാൽ ഈ ചാറ്റ് ഷോ എനിക്ക് തോന്നുന്നു വിജയമാകാൻ സാധ്യത കൂടുതലാണ്. ഇപ്പം ഇന്നത്തെ ഒരു ടീസർ കൊള്ളാം. ഫഹദും കുഞ്ചാക്കോയുള്ള നല്ലൊരു കോമഡി ആയിട്ട്. നിൻ്റെ സീന് കാണൂല, എൻ്റെ സീൻ ഇല്ലായിരിക്കും, അങ്ങനെയുള്ളൊരു കോമഡി ആയിട്ടൊക്കെ കൊണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് മോഹൻലാലും മമ്മൂക്കയും വരുന്നുണ്ട്. ബട്ട് പടം വരുമ്പോൾ അറിയാം, May 1 എനിക്ക് തോന്നുന്നു പടം വരുന്നത്. അന്നറിയാം എങ്ങനെയായിരിക്കും പടം, ആരൊക്കെ ആയിരിക്കും നായകന്മാർ, ആരൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ സീന് വരുന്നത്, ആരുടെ സീനൊക്കെ കട്ടാക്കി ആരുടെ സീനൊക്കെയാണ് കയറ്റിയത് എന്നൊക്കെ ഉള്ളത്. ആൻഡ് ഇത് നന്നായിട്ടുണ്ട്, കാണാൻ നല്ല കോമഡി ആയിട്ടൊക്കെ ഉണ്ട്. ആൻഡ് അടുത്തും ഇനി എനിക്ക് തോന്നുന്നു നാളെയും കൂടെ ചിലപ്പോൾ, അല്ലെങ്കിൽ നാളെയും മറ്റന്നാളും കൂടെ ഒരു ടീസർ കൂടെ റിലീസ് ചെയ്യാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതും കൂടെ കണ്ട് അതും കൂടെ റിയാക്ട് ചെയ്തിട്ട് നമ്മൾ ബാക്കി സംസാരിക്കാം. അപ്പോൾ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, ലൈക്ക് ചെയ്തേക്ക്, കമൻറ്റ് ചെയ്തേക്ക്, ഫ്രണ്ട്സുമായിട്ട് റെക്കമെൻഡ് ചെയ്തേക്ക്. ബൈ ഗൈസ്, ലവ് യു.